ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയിലേക്ക് കടക്കുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോകാനാണോ സർക്കാരിന്റെ തീരുമാനം? അല്ല, ഇത് ഇങ്ങനെ വരികയുള്ളൂ എന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാമായിരുന്നു. അതിനൊരു അല്പ സമയമെടുത്തു. സമയം എന്ന് അല്ല, പറയാൻ പലരും കാണിച്ചത് അദ്ദേഹം ഒരു സഖാവാണ്, സഖാവിനെതിരെ അങ്ങനെ സഖാക്കൾ രംഗത്ത് വരില്ലെന്നായിരുന്നു തുടക്കം പറഞ്ഞത്. കാരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുമ്പോൾ സർക്കാരിന് അനുകൂലമായി, പിണറായിക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഡോക്ടർ. നവീൻ ബാബുവിൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമൊന്നും അല്ലല്ലോ, RSS കുടുംബമല്ലല്ലോ. ഏത് കുടുംബം? കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അല്ലേ? ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു നവീൻ ബാബു. നവീൻ ബാബുവിൻ്റെ അവസ്ഥ ഈ ഡോക്ടർ ഹാരിസിനെ ഇത്തരത്തിൽ ക്രൂശിക്കും എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാമായി. അതാ ഉടനടി ക്രൂശിക്കത്തില്ല, ജനം ഒന്ന് മറന്നുകൊള്ളട്ടെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണം ആവശ്യപ്പെടും ഇദ്ദേഹത്തോട്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടേതായിട്ടുള്ള ചില അംഗങ്ങളെ തീർച്ചപ്പെടുത്തി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. എന്നിട്ട് അവർ പറയുകയാണ് അവിടെ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, അത് ഈ ഡോക്ടർ ഹാരിസ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ്, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നുള്ള രീതിയിൽ. ഇത് നമ്മളിങ്ങനെ എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുറേ നാളുകൾക്ക് മുമ്പ്, അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്, തിരുവനന്തപുരത്തെ മേയർ കാണിച്ചത്. മേയറും ഭർത്താവും കൂടെ രാത്രി സഞ്ചാരത്തിന് നഗരത്തിൽ ഇറങ്ങിയപ്പോൾ അവർ ഔദ്യോഗിക കാറിലൊന്നുമല്ല, ഒരു സൂപ്പർ ഫാസ്റ്റ് അവർക്ക് വഴി കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആ ഡ്രൈവറെ പിടിച്ച് താഴെ ഇറക്കി യാത്രക്കാരെ ഇറക്കി വിട്ടു പാതിരാത്രിയിൽ അല്ലേ? അല്ല, ഈ പ്രധാനമന്ത്രിയെല്ലാം വരുമ്പോൾ ഈ റോഡ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ വാഹനങ്ങളെല്ലാം ഒഴിവാക്കി അദ്ദേഹത്തെ കടത്തിവിടും. ഇനി ആ സമയത്ത് ഈ പോലീസ് അങ്ങനെ ഒരു തെറ്റ് പറ്റിയില്ല. ഇനി തിരുവനന്തപുരത്ത് മേയർ ഇറങ്ങുമ്പോൾ വാഹനങ്ങളെല്ലാം മാറ്റി കൊടുക്കണം. അവസാനം എന്തു പറ്റി? ആ ചെറുപ്പക്കാരന് ജോലി പോയില്ലേ? എംപാനലിലുള്ള ജീവനക്കാരനായിരുന്നു, അയാളുടെ ജോലിയും പോയി. തെറ്റ് ചെയ്തതാര്? മേയറും ഭർത്താവും കൂടെ. ഈ ബാലുശ്ശേരി MLA ആയിരുന്നു അല്ലേ? MLA ആണ് സച്ചിൻ ദേവ്. അദ്ദേഹം വണ്ടിക്കകത്ത് കയറിയിട്ട് എന്താണ് ചെയ്തത്? യാത്രക്കാരെയൊക്കെ വഴിയിൽ ഇറക്കി വിട്ടില്ലേ? അതൊക്കെ കേസെടുക്കാവുന്ന കാര്യങ്ങളല്ലേ? ഇവരൊക്കെ സുഖമായിട്ട് പോവുകയും ചെയ്തു. ഡ്രൈവറുടെ പേര് ഞാൻ മറന്നുപോയി. അയാളുടെ പേരിൽ കേസെടുത്തു, അയാളുടെ കുടുംബത്തെ പട്ടിണിയാക്കുകയും ചെയ്തു. ഇപ്പം ഇതുപോലല്ലേ ഉള്ള കാര്യം പറയുമ്പോൾ ഇതിന് ഡോക്ടർ ഹാരിസിൻ്റെ പിന്നിൽ പക്ഷേ ജനങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ആരും ആ ക്യാമ്പസ് വിടുന്നതിന് മുമ്പ് ഹാരിസ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരൊക്കെ എപ്പോഴും പറയുന്നതാണ്, ഈ സർക്കാർ സംവിധാനത്തിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല, മരുന്നില്ല, ഉപകരണങ്ങളില്ല, വേണ്ട തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുള്ളതാണ്. ഡോക്ടർ ഹാരിസ് അദ്ദേഹം ശരിക്കും ഇത്തരത്തിലുള്ള ഡോക്ടർമാരുണ്ട് മെഡിക്കൽ കോളേജിൽ. കഴിവുള്ള രോഗികളോട് ഒരു അനുകമ്പയുള്ള ഡോക്ടർമാരുണ്ട്. അതിലൊരാളാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹത്തിന് സഹികെട്ടത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞതെന്താണ്? പൊതുജന ആരോഗ്യവും പൊതുവിദ്യാഭ്യാസവും പൊതുഗതാഗതവും ഒക്കെ ഞങ്ങൾ സംരക്ഷിക്കും. വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. ശരിയാണ്, ഈ 2-3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സർക്കാരിനെ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു വകുപ്പാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന് അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ കോവിഡും മറ്റുമൊക്കെ കയറുന്നത്. ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് എന്ന് തെളിയിച്ചു കൊടുത്തു. ഒന്നും കൂടെ PR വർക്ക് ഉപയോഗിച്ച് അതിനെ ബൂസ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റി? 2021 ഇവർക്ക് അധികാരം കിട്ടി. അന്നത്തെ ആരോഗ്യമന്ത്രിയുടെ ശൈലജ, അവരുടെ കഴിവ് കൊണ്ട് നമ്മൾ കോവിഡിൻ്റെ വലിയ ദുരന്തത്തിലേക്ക് പോകാതെ നമ്മളെ രക്ഷപ്പെടുത്തി നിർത്തി എന്നുള്ള രീതിയിൽ അവർ ലോകം മുഴുവൻ അത് പരത്തി എന്നുള്ളതാണ്.
ശരിയാണ്, നമുക്ക് കേരളം വളരെയധികം പ്രതിരോധിച്ചു നിന്നു. പക്ഷെ അതിന് 10 മടങ്ങ് വരെ PR വർക്ക് നടത്തി. PR വർക്ക് ചെയ്യാനുള്ള അവസരം ആ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. ഇക്കാലത്ത് അതുമില്ല. PR വർക്ക് അതെ, അത് ശരിയാണ്. അപ്പം അതിനിപ്പം നേരെ തിരികെ നിൽക്കുകയാണ് പിന്നെ വീണ ജോർജ് എന്ന് പറയുന്നത്. ഈ ഇത്രയും കെടുകാര്യസ്ഥതയോടുകൂടിയ ഒരു വകുപ്പ് വേറൊന്ന് ഇല്ല എന്നുള്ളതാണ്. ഇതൊരു ഭീഷണി സന്ദേശം പോലെയാണ് അല്ലേ? കാരണം ആരെങ്കിലും സർക്കാരിനെതിരെ തിരിഞ്ഞ് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അവരുടെ ഗതി ഈ ഹാരിസിന് സംഭവിക്കും പോലെ. ഈ ഹാരിസിന് വീണ ജോർജിന്റെ PA അവിടെ സെക്രട്ടേറിയറ്റ് വിളിപ്പിച്ചിട്ട് എന്തിനാ ഈ ഹാരിസ് ഇതൊക്കെ വിളിച്ചു പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വിരട്ടി. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ട രോഗിക്ക് വേണ്ട തരത്തിലുള്ള ചികിത്സ കിട്ടിയില്ല, പരിഗണന കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ ജോർജ് അല്ല ഭരണം നടത്തുന്നത്, PA ആണ് ഭരണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഹാരിസ് ഇത് പലവട്ടം ഈ ഉപകരണങ്ങൾക്ക് വേണ്ടി അതിൻ്റെ സർക്കാർ രീതിയിൽ മുറയനുസരിച്ച് എഴുതി വിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ആ ഉപകരണങ്ങളുടെ ലഭ്യത ഉണ്ടായിട്ടില്ല. അത് സഹികെട്ടാണ്. കാരണം ഇദ്ദേഹം ഇത് കാണുകയാണ്, അവിടെ വരുന്നവർ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും മുഴുവൻ കണ്ടുകൊണ്ടാണ്, സാധാരണ ജനത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ. അദ്ദേഹം പിന്നെ അനധികൃതമായി പൈസ വാങ്ങിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ പഠിച്ചിറങ്ങി ഞാൻ നിങ്ങളുടെ പണം കൊണ്ടാണ് പഠിച്ചത്, നികുതി പണം എടുത്താണ് പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ നിങ്ങളെ. അപ്പോൾ എനിക്കത് തിരികെ കൊടുക്കണം, ഇല്ലേ പിന്നെ ഞാൻ ഈ സർവീസിലിരിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണ്? ഇതിപ്പോൾ നോക്കിക്കോ, ഇത് ജനം മറന്നു എന്നാണ് കരുതുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ജനപിന്തുണ ഉണ്ടെന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഇവരെ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? അന്വേഷണം വയ്ക്കും, സ്ഥലം മാറ്റം കൊടുക്കും. സ്ഥലം മാറ്റമൊക്കെ ഇദ്ദേഹത്തിനൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. കേരളത്തിൽ ഇവിടെ കളിയിക്കാവിള മുതൽ അങ്ങ് മഞ്ചേശ്വരം വരെയല്ലേ ഉള്ളൂ, അല്ല അതിനപ്പുറവും ഇപ്പുറവും ഒന്നും ഇല്ലല്ലോ. അത് എവിടെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യർ പോയി ജോലി ചെയ്യുമെന്നുള്ളതാണ്. പിന്നെന്താ, ജോലി പിരിച്ചുവിട്ടാലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. കാരണം പഠിച്ച ആ കഴിവുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് പ്രയോജനപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് കഴിയും. അത്യാവശ്യത്തിന് ജീവിച്ചു പോകാനുള്ള വകയൊക്കെ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ ഇവർ ഇത്തരത്തിലുള്ള ഈ ഹുങ്കൊന്നും കാണിക്കേണ്ടത്. മുമ്പ് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ച ഡോക്ടർ SS ലാൽ UDFൻ്റെ അദ്ദേഹം ഈ പലതരത്തിലുള്ള കാര്യങ്ങളും ഈ CPMൻ്റെ ഈ ഹുങ്കിനെ കുറിച്ച് പറയാറുണ്ട്. ഇത്ര ആരോഗ്യ മേഖലയിൽ കാണിക്കുന്ന തരത്തിലുള്ള, അദ്ദേഹം ഒരു ഡോക്ടർ കൂടി ആയതുകൊണ്ട് ആ രംഗത്തുള്ള കാര്യങ്ങൾ, അവിടുത്തെ ഉള്ളുകളികളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അദ്ദേഹം അത് പല വേദികളിലും സ്വകാര്യ സദസ്സുകളിൽ പോലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഇവർ നടത്തിയിട്ടുള്ളതെല്ലാം വലിയ PR വർക്കാണെന്ന് അന്നേ ഡോക്ടർ SS ലാൽ പറയുമായിരുന്നു. പിന്നീടൊക്കെയാണ് കേരളം മുഴുവൻ അറിഞ്ഞത് ഇത്തരത്തിൽ ഇതൊരു PR വർക്ക് ആയിരുന്നു എന്നുള്ളത്. പിന്നീടല്ലേ നമ്മൾ കേൾക്കുന്നില്ലേ ഈ PPE കിറ്റിലൊക്കെ നടത്തിയ അഴിമതിയൊക്കെ. ഏറ്റവും കൂടുതൽ അഴിമതി നടത്താവുന്ന ഒരു വകുപ്പാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. എന്താ, കോടിക്കണക്കിന് കച്ചവടമല്ലേ നടക്കുന്നത്, പിന്നെ മരുന്ന് കച്ചവടവും ഒക്കെ എന്ന് പറയുന്നത്. പണ്ട് UDFൻ്റെ കാലത്ത് ഈ വലിയ പരാതിയായിരുന്നു സ്ഥലം മാറ്റത്തിന് പൈസ വാങ്ങിക്കും. ഡോക്ടർമാരൊക്കെ അങ്ങേയറ്റത്തൊക്കെ അടിക്കും, തിരുവനന്തപുരത്തുള്ളവരെയൊക്കെ. ഇതൊക്കെ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരാളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങുന്നത് ലക്ഷങ്ങളാണ്. അത് ഏത് മന്ത്രിയുടെ കാലത്താണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ മന്ത്രിമാരുടെ കാലത്ത്, എല്ലാ മന്ത്രിസഭയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. UDFൻ്റെ കാലത്ത് അത് വളരെ കൂടുതലായിരുന്നു, കൊയ്ത്തായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഈ പിന്നെ ഡോക്ടർ ഹാരിസിനെ ഇവർ വേട്ടയാടും, ഉറപ്പാണ്. കാരണം CPM ആണ്. അവർക്ക് അവസാനം ഈ നിരപരാധിയെ വലിയ പ്രതിയാക്കാനും അവർക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.